KMIC News, നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. നോളജ് സിറ്റി നിർമ്മാണത്തിനെതിരെ ചേളാരി വിഭാഗം നൽകിയ കേസിന്റെ അന്തിമവിധി വന്നു. കേസ് ഹരിത ട്രിബ്യൂണൽ തള്ളി. നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ വിലക്കുകളും നീക്കം ചെയ്തു. വധശിക്ഷ ഭീകരവാദികൾക്ക് മാത്രം, കരട് റിപ്പോർട്ട് സമർപ്പിച്ചു. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം അറ്റ്ലസ് ജ്വല്ലറിയുടെ ഉടമ ദുബായ് പോലീസിന്റെ പിടിയിൽ. സൌദിയിൽ നിതാക്കാത്ത നിയമം കാര്യക്ഷമമായി നടപ്പിലാക്കിയ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. ഇന്ത്യ ഹിന്ദുക്കളുടേതാണെന്ന് പട്ടേൽ സമുദായം നേതാവ് ഹാർദിക് പട്ടേൽ. ഹജ്ജ് യാത്ര നെടുമ്പാശ്ശേരിയിൽ അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർഡ് വിഭജനം ഒക്ടോബർ 17 പൂർത്തിയാക്കും. വോട്ടെടുപ്പ് നവംബറിൽ. വാർത്തകൾ വിശദമായി. ഇന്റർനെറ്റ് ലോകത്ത് പാസ്വേഡുകൾക്ക് ഒഴിവാക്കാനാവാത്ത പങ്കുണ്ട്. ഒരു പാസ്വേഡിൽ ഒതുങ്ങുന്നതാണ് പലരുടെയും രഹസ്യങ്ങൾ. അടുത്തിടെ വ്യാപകമായി ചർച്ച ചെയ്ത ആഷ്ലി മാഡിസൺ ഹാക്കിംഗിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാസ്വേഡ് 123456 എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 36 മില്യൺ അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്തപ്പോൾ അതിൽ അധികവും വരുന്ന അക്കൌണ്ടിന്റെ പാസ്വേഡും 123456 എന്നാണ്. അതുവഴി ഹാക്കർമാർക്ക് കാര്യങ്ങൾ എളുപ്പമാകുന്നുവെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഓർക്കാൻ എളുപ്പമുള്ളതുകൊണ്ടാണ് പലരും ഈ സിമ്പിൾ പാസ്വേഡ് ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ അപകടം പിടിച്ചതാണ് ഈ പാസ്വേഡ് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പുറമെ ABC123 എന്നതും മോശം പാസ്വേഡുകളിലൊന്നായി കണക്കാക്കുന്നു. നേരത്തെ അഡോബ്, യാഹൂ എന്നിവിടങ്ങളിൽ ഹാക്കിംഗ് നടന്നപ്പോഴും കൂടുതൽ ഉപയോഗിച്ച പാസ്വേഡ് 123456 എന്ന് തെളിഞ്ഞിരുന്നു. വധശിക്ഷ സംബന്ധിച്ച സുപ്രധാന നിർദ്ദേശങ്ങളിലടങ്ങിയ ദേശീയ നിയമ കമ്മീഷന്റെ കരട് റിപ്പോർട്ട് കേന്ദ്ര നിയമ മന്ത്രാലയത്തിന് സമർപ്പിച്ചു. ഭീകരവാദ കേസുകളിൽ മാത്രമായി വധശിക്ഷ പരിമിതപ്പെടുത്തണമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ. ജസ്റ്റിസ് AP ഷാ അധ്യക്ഷനായ കമ്മീഷനാണ് കരട് റിപ്പോർട്ട് തയ്യാറാക്കിയത്. വധശിക്ഷ നടപ്പാക്കുന്നതുകൊണ്ട് കുറ്റകൃത്യങ്ങളിൽ കുറവുണ്ടാകുന്നില്ലെന്ന് കമ്മീഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെട്ട 59 രാജ്യങ്ങളിൽ മാത്രമാണ് വധശിക്ഷ നിലവിലുള്ളതെന്നും കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നവംബർ 24 മുമ്പായി നടത്താമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഒക്ടോബർ 17 വാർഡ് വിഭജനം പൂർത്തിയാക്കും. ഒക്ടോബർ 19 തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നടത്തുമെന്നും സർക്കാർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. നവംബർ 28 വോട്ടെണ്ണൽ. പുതിയ ഭരണസമിതി ഡിസംബർ 1 നിലവിൽ വരും. നവംബറിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് നേരത്തെ സർക്കാരും തിരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ ധാരണയിലെത്തിയിരുന്നു. ഇന്ത്യ അടിസ്ഥാനപരമായി ഹിന്ദുക്കളുടേതാണെന്ന് പട്ടേൽ സമുദായം നേതാവ് ഹാർദിക് പട്ടേൽ. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യ അടിസ്ഥാനപരമായി ഹിന്ദുക്കളുടേതാണെന്ന് പട്ടേൽ സമുദായത്തിന് OBC സംവരണം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള സമരത്തിന് നേതൃത്വം നൽകുന്ന ഹാർദിക് പട്ടേൽ പറഞ്ഞു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ APJ അബ്ദുൽ കലാമിനെ പോലെ ഇവിടെ ജീവിക്കുന്നതിൽ തനിക്ക് പ്രശ്നമില്ലെന്നും അല്ലാത്തപക്ഷം അവരുടെ ജീവിതം ഞങ്ങൾ ദുരിതപൂർണമാക്കുമെന്നും ഹാർദിക് പറഞ്ഞു. തന്റെ മാതൃകാ പുരുഷൻ ശിവസേന നേതാവ് ബാൽ താക്കറെയാണ്. മഹാരാഷ്ട്ര നവനിർമ്മാണ സേനാ നേതാവ് രാജ് താക്കറെയെയും ഹാർദിക് പ്രശംസിച്ചു. തന്റെ പിറകിൽ BJPയോ AAPയോ മറ്റു രാഷ്ട്രീയ പാർട്ടികളോ ഇല്ല. താൻ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളും ചിഹ്നങ്ങളും BJPയുടേതും സംഘപരിവാരത്തിന്റേതുമാവുന്നതിന് ഉത്തരവാദി താനല്ല. താൻ പട്ടേൽ സമുദായത്തിന്റെ അവകാശങ്ങൾക്കു വേണ്ടിയാണ് പോരാടുന്നത്. ഞങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കുമെന്ന് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഒരു മഹാസംഭവത്തിന് ഹിന്ദുസ്ഥാൻ സാക്ഷ്യം വഹിക്കും. വളരെ വലിയ പദ്ധതിയാണ് ഞങ്ങളുടേത്. അടുത്ത ദിവസങ്ങളിൽ ലോകം അത് അറിയും. ഉയർന്ന ബിരുദങ്ങൾ നേടിയിട്ടും ജോലി ലഭ്യമല്ലാത്തതുകൊണ്ടാണ്
കൊണ്ടാണ് പട്ടേൽ സമുദായം തന്നെ പിന്തുണക്കുന്നത്. അവർ വളരെ പ്രയാസപ്പെട്ടാണ് ജീവിക്കുന്നത്. ഇതുവരെ ഒരു കോണിൽ നിന്നുള്ള പിന്തുണയും പട്ടേൽ സമുദായത്തിന് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പട്ടേൽ സമുദായത്തിൽപ്പെട്ട 8000 കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഞങ്ങൾ തെരുവിൽ ഇറങ്ങിയത്. ഞങ്ങളുടെ സമരം വെറും 100 മീറ്റർ ഓട്ടമല്ലെന്നും ഇതൊരു മാരത്തോണാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻ റാലികൾ സംഘടിപ്പിക്കും. രാജ്യത്തെ 12 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സമുദായങ്ങൾ തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 25-നാണ് പട്ടേൽ സമുദായത്തെ OBC വിഭാഗത്തിൽ ഉൾപ്പെടുത്തി സംവരണം നൽകണമെന്നാവശ്യപ്പെട്ട് ഹർദിക് പട്ടേൽ അഹമ്മദാബാദിൽ പ്രക്ഷോഭം ആരംഭിച്ചത്. ഹർദിക് പട്ടേലിന് പിന്തുണയുമായി ശിവസേന രംഗത്തെത്തി. ഹർദിക് ജനക്കൂട്ടത്തിന്റെ രാജാവാണെന്നാണ് ശിവസേന മുഖപത്രമായ സാപ്നയുടെ പത്രാധിപ കുറിപ്പ്. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള ഹജ്ജ് യാത്രയ്ക്ക് അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെയും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെയും ഓഫീസുകൾ ക്യാമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. 2-ാം തീയതി രാവിലെ സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി പാണക്കാട് സയ്യിദ് ഹൈദരലി തങ്ങൾ നിർവഹിക്കും. വൈകിട്ട് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം PK കുഞ്ഞാലിക്കുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കൂട്ടുമല ബാപ്പു മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്, എക്സൈസ് തുറമുഖ മന്ത്രി K ബാബു, ET മുഹമ്മദ് ബഷീർ MP, MI ഷാനവാസ് MP തുടങ്ങി പ്രമുഖർ സംബന്ധിക്കും. ഹജ്ജ് യാത്രക്കാരായ ഹാജിമാരെ സ്വീകരിക്കുവാൻ വിപുലമായ ഒരുക്കങ്ങളാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ട്രെയിൻ മാർഗം എത്തുന്ന ഹാജിമാരെ സ്വീകരിക്കുവാൻ ആലുവ റെയിൽവേ സ്റ്റേഷനിലും ബസ് മാർഗം വരുന്ന ഹാജിമാരെ സ്വീകരിക്കാൻ അങ്കമാലി ആലുവ KSRTC ബസ് സ്റ്റാൻഡുകളിലും പ്രത്യേക സൌകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിനായി പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ ഇവിടങ്ങളിൽ നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലും ഹാജിമാരെ സഹായിക്കുന്നതിനും വളണ്ടിയർമാരെ നിയോഗിച്ചിട്ടുണ്ട്. ആലുവ റെയിൽവേ സ്റ്റേഷനിലും അങ്കമാലി ആലുവ KSRTC ബസ് സ്റ്റാൻഡുകളിലും എത്തുന്ന ഹാജിമാർക്ക് ഹജ്ജ് ക്യാമ്പിൽ എത്തുവാൻ പ്രത്യേക വാഹന സൌകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകൾ ഹജ്ജ് ക്യാമ്പ് വരെ സർവീസ് നടത്തുന്നതിന് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. 6500 തീർത്ഥാടകരാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഹജ്ജിനായി യാത്ര പോകുന്നത്. ഇവരെ യാത്ര അയക്കുന്നതിനും മറ്റുമായി 20,000 പേരെങ്കിലും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും പരിസര പ്രദേശങ്ങളിലുമായി എത്തിച്ചേരുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ഇവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം പ്രദേശങ്ങളിൽ നിന്നാണ് ഇത്തവണയും കൂടുതൽ ഹജ്ജ് യാത്രക്കാർ ഉള്ളത്. ഇതിനാൽ നാളെ 1 മുതൽ 17 വരെ ഇവിടങ്ങളിൽ നിന്നും ദിനംപ്രതി 2 ലോ ഫ്ലോർ ബസ്സുകൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് സർവീസ് നടത്തും. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം. വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന് പേരുകേട്ട അറ്റ്ലസ് ജ്വല്ലറി ഉടമ അറ്റ്ലസ് രാമചന്ദ്രനും മകളും ദുബായ് പോലീസിന്റെ അറസ്റ്റിൽ. ഈ മാസം 23-ന് രാമചന്ദ്രനെയും മകളെയും വിവിധ പരാതികളിൽ ദുബായ് പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്നാണ് ഒരു പ്രമുഖ ഓൺലൈൻ പത്രം പറയുന്നത്. സ്വർണ്ണ ഇടപാടുകാരുടെയും ബാങ്കുകളുടെയും പരാതികളുടെ അടിസ്ഥാനത്തിലാണ് രാമചന്ദ്രനെയും മകളെയും പോലീസ് പിടികൂടിയത്. രാമചന്ദ്രനെ അറസ്റ്റ് ചെയ്ത വിവരം രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു ദുബായ് പോലീസ്. അതുകൊണ്ട് തന്നെ അറ്റ്ലസ് ജ്വല്ലറിയിലെ ജീവനക്കാർക്ക് പോലും ഇക്കാര്യം അറിയാനായില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ് അറ്റ്ലസ് രാമചന്ദ്രനെ കാണാനില്ലെന്ന് വ്യക്തമായത്. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. UAE വിശേഷങ്ങൾ. ആഭ്യന്തര പ്രതിസന്ധി നേരിടുന്ന യമനിൽ വൻ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് UAE പദ്ധതി തയ്യാറാക്കി. യമൻ വി കെയർ എന്ന തലക്കെട്ടിലുള്ള ആശ്വാസ പ്രവർത്തനങ്ങൾക്ക് എമിറേറ്റ്സ് റെഡ് ക്രസന്റാണ് നേതൃത്വം നൽകുന്നത്. ഈ വർഷത്തെ ദുബായ് മോട്ടോർ ഫെസ്റ്റിവൽ നവംബർ 10 മുതൽ 21 വരെ നടക്കുമെന്ന് ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് CEO ലൈല മുഹമ്മദ് സുഹൈൽ അറിയിച്ചു. വേനലവധിക്ക് നാട്ടിലേക്ക് പോയ പ്രവാസികൾ തിരിച്ചുവരാൻ വിമാന ടിക്കറ്റ് കിട്ടാതെ വലയുന്നു. കേരളത്തിൽ നിന്നും ഗൾഫിലേക്ക് 50,000 രൂപയാണ് ശരാശരി നിരക്ക്. വേനലവധി കഴിഞ്ഞ് ഇന്നലെ വിദ്യാലയങ്ങൾ തുറന്ന് പ്രവർത്തിച്ചുവെങ്കിലും പല കുട്ടികളും ക്ലാസ്സിലെത്തിയിട്ടില്ല. ഉപേക്ഷിക്കപ്പെട്ട 3000-ഓളം വാഹനങ്ങൾ കണ്ടുകെട്ടിയതായി അബുദാബി നഗരസഭ അറിയിച്ചു. മുസഫയിലാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കണ്ടുകെട്ടിയത്. മോഷ്ടിച്ച ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് UAEയിലെ ബാങ്കുകളിൽ നിന്ന് 5 ലക്ഷം ദിർഹം പിൻവലിച്ച യൂറോപ്യൻ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നും 100ഓളം ക്രെഡിറ്റ് കാർഡുകൾ കണ്ടെടുത്തതായി ദുബായ് പോലീസ് കുറ്റാന്വേഷണ വിഭാഗം അസിസ്റ്റന്റ് മേധാവി മേജർ ജനറൽ ഖലീൽ ഇബ്രാഹിം മൻസൂരി പറഞ്ഞു. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി.
റീ എൻട്രി വിസയിൽ സൌദിയിൽ നിന്നും പോകുന്നവരെ പുതിയ വിസയിൽ സൌദിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു. പുതിയ വിസയിൽ വീണ്ടും സൌദിയിൽ പ്രവേശിക്കുന്നതിന് പരമാവധി 3 വർഷത്തെ ഇടവേള അനിവാര്യമാണ് എന്നും പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു. സൌദിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അവധിക്കായി റീ എൻട്രി വിസയിൽ സ്വദേശത്തേക്ക് പോകുന്നവർ മറ്റൊരു വിസയിൽ വീണ്ടും സൌദിയിലെത്താൻ ശ്രമിക്കാറുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തൃപ്തരല്ലാത്തവരാണ് ഇത്തരത്തിൽ മറ്റൊരു വിസ സംഘടിപ്പിച്ച് പുതിയ വിസയിൽ വരാൻ ശ്രമിക്കുന്നത്. റീ എൻട്രി വിസയിൽ പോയി പുതിയ വിസയിലെത്താൻ ശ്രമിക്കുന്നവരെ യാതൊരു കാരണവശാലും സൌദിയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് പാസ്പോർട്ട് വിഭാഗം മീഡിയ തലവൻ മുഹമ്മദ് അൽ സൌദ് പറഞ്ഞു. സൌദിയിൽ നിതാക്കാത്ത് നിയമം കാര്യക്ഷമമായി നടപ്പിലാക്കിയ സ്ഥാപനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. വിശദമായ റിപ്പോർട്ടിലേക്ക്. സ്വകാര്യ മേഖലയിൽ നിതാക്കാത്ത് വ്യവസ്ഥകൾ കാര്യക്ഷമമായി നടപ്പാക്കിയ സ്ഥാപനങ്ങൾക്ക് സൌദി തൊഴിൽ മന്ത്രാലയം കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. വിദേശ ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഓൺലൈൻ വിസ ലഭിക്കുന്നതുൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് പുതുതായി ആരംഭിച്ചതെന്ന് മന്ത്രി ഡോക്ടർ മുഫ്രജ് അൽ ഹക്കബാനി വ്യക്തമാക്കി. തൊഴിൽ മന്ത്രാലയത്തിന്റെ ഇ-ഗൈഡ് സംവിധാനം വഴിയാണ് ഓൺലൈൻ വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത്. സ്വദേശിവൽക്കരണം കാര്യക്ഷമമായി നടപ്പാക്കിയ നിതാക്കാത്ത് വ്യവസ്ഥയിലെ പ്ലാറ്റിനം, ഉയർന്ന പച്ച, ഇടത്തരം പച്ച എന്നീ ഗണത്തിലുള്ള സ്ഥാപനങ്ങൾക്കാണ് ഓൺലൈൻ വിസ ലഭിക്കുക. നിതാക്കാത്ത് വ്യവസ്ഥ അനുസരിച്ച് സ്ഥാപനത്തിന് അർഹമായ വിസയുടെ എണ്ണം പരിശോധിക്കാനും ഓൺലൈൻ വഴി അപേക്ഷിച്ച് വിസ കൈപ്പറ്റാനും സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പുതിയ സംവിധാനത്തിലൂടെ സാധിക്കുമെന്നും തൊഴിൽ മന്ത്രി കൂട്ടിച്ചേർത്തു. നിബന്ധനകൾക്ക് വിധേയമായാണ് ഓൺലൈൻ വിസയുടെ ആനുകൂല്യം ലഭ്യമാവുന്നത്. സ്ഥാപനം ആരംഭിച്ച് 6 മാസം പിന്നിട്ടിരിക്കുക. നിതാക്കാത്ത് തരംതിരിക്കലിൽ ഇടത്തരം പച്ചക്ക് മുകളിലായിരിക്കുക. പുതിയ വിസകൾ അനുവദിച്ചാലും ഈ ഗണത്തിൽ തുടരാൻ അർഹമായ അനുപാതം സ്വദേശികൾ ഉണ്ടായിരിക്കുക. വേതന സുരക്ഷാ നിയമം നടപ്പിലാക്കിയിരിക്കുക. തൊഴിൽ പരിശോധനയിൽ സ്ഥാപനത്തിനെതിരെ പരാതികൾ ഇല്ലാതിരിക്കുക എന്നിവയാണ് നിബന്ധനകൾ. നിബന്ധനകൾ പാലിച്ച സ്ഥാപനങ്ങൾക്ക് വേഗത്തിലും നീതിപരമായും വിസ ലഭ്യമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സ്വദേശിവൽക്കരണം പാലിച്ച സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അർഹമായ പ്രോത്സാഹനം നൽകുകയും ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കൂടാതെ വിസ നടപടികളിൽ സുതാര്യതയിലും വേഗത്തിലും നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. അലി AR നഗർ, KMS ന്യൂസ്, ജിദ്ദ. മർക്കസ് സാഭിമാനം സമർപ്പിക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പുതിയൊരു കേന്ദ്രം. മർക്കസ് നോളജ് സിറ്റി. ലോകത്തിന്റെ വൈജ്ഞാനിക ഭൂപടത്തിൽ അക്ഷരസാക്ഷ്യത്തിന്റെ പുതിയ വിലാസം. പ്രീ സ്കൂൾ, ഇന്റർനാഷണൽ സ്കൂൾ, ആയുഷ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, യുനാനി മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ഇന്റർനാഷണൽ സ്കൂൾസ്, റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ കോളേജുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, കൺവെൻഷൻ സെന്ററുകൾ, റെസിഡൻഷ്യൽ സോൺ. വിദ്യ, വൈദ്യം, വാസം, വ്യാപാരം, വ്യവഹാരം എല്ലാം ഒത്തുചേരുന്ന ഒരിടം. മർക്കസ് നോളജ് സിറ്റി. ഹരിതമനോഹരമായ വയനാടൻ മലനിരകളുടെ സുമോഹന താഴ്വരയിൽ മർക്കസ് ഒരുക്കുന്നു വിദ്യയുടെ വിസ്മയ തീരം. ശാസ്ത്രവും സാഹിത്യവും കലയും മതാധ്യാപനങ്ങളും ഒരു വേദിയിൽ ലഭ്യമാക്കുന്ന ചരിത്ര വഴിയിൽ നിന്നും സാങ്കേതിക തികവാർന്ന പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഒരു യാത്ര. നഗരത്തിരക്കുകളിൽ നിന്നകന്ന ഗ്രാമീണതയുടെ സ്വച്ഛതയിൽ പ്രകൃതിയോട് ചേർന്നൊരുക്കുന്ന വൈജ്ഞാനിക നികേതത്തിലേക്ക് സ്വാഗതം. മർക്കസ് നോളജ് സിറ്റി, പുതുപ്പാടി, താമരശ്ശേരി. അറിവിൻ മധുസൂനമുണർന്നു, അലിവിൻ സുരരാഗമുയർന്നു. അറിവിൻ മധുസൂനമുണർന്നു, അലിവിൻ സുമരാഗമുയർന്നു. അതബിന്റെ വനീത് സുന്ദരവാടി മർക്കസ് അജബിൻ സൂര്യൻ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. വെണ്ണക്കോട് തടത്തുമ്മൽ ഹിദായത്തുൽ ഇസ്ലാം CM സ്മാരക സുന്നി മദ്രസ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നാളെ നാടിന് സമർപ്പിക്കും. വെണ്ണക്കോട് സുന്നി മദ്രസയുടെ ബ്രാഞ്ചായി പ്രവർത്തിക്കുന്ന ഈ മദ്രസ നാട്ടുകാരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇരുനിലകളിലായി പണി കഴിപ്പിച്ചത്. നാളെ വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മർക്കസ് വൈസ് ചാൻസലർ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, മുഹമ്മദ് അലി സഖാഫി വള്ളിയാട് പ്രഭാഷണം നടത്തും. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തളീക്കര, ബഷീർ ഫൈസി, അബൂബക്കർ സഖാഫി, ഷുക്കൂർ സഖാഫി തുടങ്ങി പ്രമുഖ പണ്ഡിതരും സാദാത്യങ്ങളും സംബന്ധിക്കും. മർക്കസ് നോളജ് സിറ്റി നിർമ്മാണത്തിനെതിരെ ചേളാരി വിഭാഗം ചെന്നൈ ഹരിത ട്രിബ്യൂണലിൽ നൽകിയ കേസിന്റെ അന്തിമ വിധി വന്നു. ചേളാരി വിഭാഗത്തിന്റെ ഹർജിക്കാരനായ കെ സവാദ് നൽകിയ കേസ് ഹരിത ട്രിബ്യൂണൽ തള്ളുകയും നോളജ് സിറ്റി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിരുന്ന എല്ലാ വിലക്കുകളും ഹരിത ട്രിബ്യൂണൽ നീക്കുകയും ചെയ്തു. നോളജ് സിറ്റി നിർമ്മാണത്തിനെതിരെ ഈ പരിസ്ഥിതിവാദി ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നുപോലും കഴമ്പുള്ളതല്ലെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. മർക്കസ് നോളജ് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർവാധികം വേഗത്തിൽ തുടരാനുള്ള ശക്തിയും മറ്റൊരു നിമിത്തവുമായാണ് മർക്കസ് ഈ വിധിയെ വിലയിരുത്തുന്നത്.
പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതി പ്രാധാന്യത്തോടൊപ്പം ഇന്ത്യൻ മുസ്ലിംകളുടെ നിത്യജീവിതത്തിൽ മർക്കസിനുള്ള പാരിസ്ഥിതിക പ്രാധാന്യവും അടയാളപ്പെടുത്തുന്നതാണ് ചെന്നൈ ഹരിത ട്രിബ്യൂണലിന്റെ വിധി. ഭരണഘടന ഉറപ്പു നൽകുന്ന നിയമവ്യവസ്ഥയുടെ കൂടി വിജയമാണിത്. പശ്ചിമഘട്ടത്തിന്റെ തായ്വരയിൽ ഇന്ത്യൻ മുസ്ലിമിന്റെ അഭിമാനബോധത്തിന്റെയും പശ്ചിമഘട്ടത്തിൽ അവർക്കുള്ള സാമൂഹിക സാംസ്കാരിക പ്രാധാന്യത്തിന്റെയും സാക്ഷ്യമായി മർക്കസ് നോളജ് സിറ്റി ഇനി മുന്നേറ്റം തുടരും. മർക്കസ് നോളജ് സിറ്റി നിർമ്മാണത്തിനെതിരെ ഹരിത ട്രിബ്യൂണലിനെ സമീപിച്ച് പ്രതിക്കൂട്ടിലായ ചേളാരി സമസ്തക്കാർ മലയോര മേഖലയിൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വിദ്യാഭ്യാസ രംഗത്തെ അനന്തമായ സാധ്യതകൾ കണ്ടെത്തി സമൂഹത്തിന് അറിവും ദിശാബോധവും നൽകുന്ന മർക്കസ് കോഴിക്കോട് ജില്ലയിലെ വടക്ക് കിഴക്കൻ മലയോര മേഖലയിൽ പ്രവർത്തനമാരംഭിച്ച നോളജ് സിറ്റിയെ പിഴുതെറിയാൻ ഇറങ്ങിപ്പുറപ്പെട്ടവർക്ക് കനത്ത തിരിച്ചടിയാണ് ചെന്നൈ ഹരിത ട്രിബ്യൂണലിന്റെ വിധിയോടെ സംജാതമായത്. നോളജ് സിറ്റിക്കെതിരെ കേസ് കൊടുത്തവരുടെ കപട പരിസ്ഥിതി സ്നേഹവും സമൂഹത്തിന്റെ താൽപര്യങ്ങളും തിരിച്ചറിഞ്ഞ് വിധി പുറപ്പെടുവിച്ച ഹരിത ട്രിബ്യൂണലിനെ പ്രശംസിക്കുന്നതോടൊപ്പം ജനങ്ങളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ വിഭാഗത്തോടുള്ള അമർഷവും എങ്ങും പ്രകടമാണ്. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഈ മലയോര പ്രദേശങ്ങളിൽ പ്രബല വിഭാഗമായ ക്രിസ്ത്യാനികൾ വിദ്യാഭ്യാസ രംഗത്ത് വൻ മുന്നേറ്റം നടത്തുന്നവരാണ്. എന്നാൽ മർക്കസിന്റെ കീഴിൽ നോളജ് സിറ്റി സ്ഥാപിക്കുന്നതിൽ മുസ്ലിംകളോടൊപ്പം സന്തോഷം പങ്കിട്ടവരാണ് ക്രിസ്ത്യൻ സമൂഹം. സമൂഹത്തിലെ എല്ലാക്കിടയിലുമുള്ളവർക്ക് ഉപകാരം ലഭിക്കുന്ന സംരംഭം എന്ന നിലയിലാണ് ജനങ്ങൾ ഇതിനെ വിലയിരുത്തിയതും താൽപര്യപൂർവ്വം സ്വാഗതം ചെയ്തതും. മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ പിന്തുണയോടെയാണ് നോളജ് സിറ്റിക്കെതിരെ ഒരു പറ്റം ആളുകൾ രംഗത്തിറങ്ങിയത് എന്ന് കേൾക്കുമ്പോഴാണ് അവർ അത്ഭുതപ്പെടുന്നത്. ഹിന്ദു ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ വ്യത്യസ്ത ആശയക്കാരും ചിന്താഗതിക്കാരുമുണ്ടെങ്കിലും ഒരു വിഭാഗത്തിന്റെയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ മറുവിഭാഗം തടഞ്ഞ ചരിത്രം ഇല്ലെന്നും അവർ അഭിപ്രായപ്പെടുന്നു. വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും നോളജ് സിറ്റിയുടെ വരവിനെ സ്വാഗതം ചെയ്യുകയും പരിസരവാസികൾ ഈ സംരംഭത്തെ നെഞ്ചേറ്റുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു വിഭാഗത്തിന്റെ അസഹിഷ്ണുതയിൽ നിന്നുടലെടുത്ത പരിസ്ഥിതി സ്നേഹവും വിദ്യാഭ്യാസ വിരോധവും തെരുവുകളിൽ പോലും ചർച്ച ചെയ്യപ്പെടുകയാണ്. നോളജ് സിറ്റി നിർമ്മിക്കുന്ന കൈതപ്പൊയിൽ പ്രദേശവും കോടഞ്ചേരി പുതുപ്പാടി പഞ്ചായത്തുകളും പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണെന്നും മരങ്ങളും കാടുകളും നിറഞ്ഞതും വന്യജീവി സങ്കേതങ്ങളുമാണെന്നും പറഞ്ഞാണ് ചേളാരി സമസ്തക്കാർ കോടതിയെ സമീപിച്ചത്. ഈ പ്രദേശങ്ങൾ ജനവാസ കേന്ദ്രങ്ങളല്ലെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിലും ജനങ്ങൾ അത്ഭുതം കൂറുകയാണ്. നോളജ് സിറ്റിയുമായി തുടക്കം മുതലേ സഹകരിച്ച മുസ്ലിം രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ചേളാരി ഗ്രൂപ്പിന്റെ നിലപാടിൽ അമർഷമുള്ളവരാണ്. പാർട്ടിയുടെ മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റികളിൽ ഇക്കാര്യം പലതവണ ചർച്ചയ്ക്ക് വരികയും ഒടുവിൽ സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കാനൊരുങ്ങുകയും ചെയ്യുന്നതിനിടയിലാണ് കോടതിയുടെ പുതിയ വിധി പുറത്തുവന്നിരിക്കുന്നത്. നോളജ് സിറ്റി വഴി കടന്നുപോകുന്ന മലയോര ഹൈവേ പദ്ധതിയെ മുടക്കാൻ ശ്രമിച്ച ചേളാരി ലോബിയുടെ നിലപാടിനെതിരെയും പാർട്ടി നേതൃത്വവും അണികളും രോഷാകുലരാണ്. കോടതി വിധിയുടെ വിശദാംശങ്ങളും കോടതി വിധിയെക്കുറിച്ചുള്ള പ്രമുഖരുടെ അഭിപ്രായങ്ങളും നാളെ KMAC ന്യൂസിൽ കേൾക്കാം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വധശിക്ഷ ഭീകരവാദികൾക്ക് മാത്രം കരട് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇന്ത്യ ഹിന്ദുക്കളുടേതാണെന്ന് പട്ടേൽ സമുദായം നേതാവ് ഹാർദിക് പട്ടേൽ. ഹജ്ജ് യാത്ര നെടുമ്പാശ്ശേരിയിൽ അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർഡ് വിഭജനം ഒക്ടോബർ 17 പൂർത്തിയാക്കും. വോട്ടെടുപ്പ് നവംബറിൽ. സൌദിയിൽ നിതാക്കാത്ത നിയമം കാര്യക്ഷമമായി നടപ്പിലാക്കിയ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം അറ്റ്ലസ് ജ്വല്ലറിയുടെ ഉടമ ദുബായ് പോലീസിന്റെ പിടിയിൽ. നോളജ് സിറ്റി നിർമ്മാണത്തിനെതിരെ ചേളാരി വിഭാഗം നൽകിയ കേസിന്റെ അന്തിമ വിധി വന്നു. കേസ് ഹരിത ട്രിബ്യൂണൽ തള്ളി. നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ വിലക്കുകളും നീക്കം ചെയ്തു. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMAC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.